ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ബോളേഴ്സ് ബാറിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന മണി ഇനിയും മുഴങ്ങും. പവലിയൻ എൻഡിൽ നിന്ന് തുകൽ മണം മാറാത്ത ഡ്യൂക്കിന്റെ ന്യൂ ബോളുമായി ഒട്ടേറെ പേസർമാർ ഇനിയും ഓടിയെത്തും. ഇംഗ്ലണ്ടിന്റെ മണവും മനസ്സും കീഴടക്കാൻ സാധിക്കുന്ന ബോളർമാർ വീണ്ടും അവതരിക്കും. പക്ഷെ കാറ്റിലാടുന്ന ചെമ്പൻ തലമുടിയും കയ്യിൽ ഒളിപ്പിച്ചു പിടിച്ച പന്തുമായി കുതിച്ചെത്തുന്ന മറ്റൊരു ജെയിംസ് മൈക്കൽ ആൻഡേഴ്സൺ സ്പെല്ലിനെ സാക്ഷ്യം വഹിക്കാനുള്ള ഭാഗ്യം ക്രിക്കറ്റ് ലോകത്തിന് ഉണ്ടാകില്ല. തിളക്കം മങ്ങാത്ത പന്തും അതിൽ വിളക്കിച്ചേർത്ത വിരലുകളുമായി ആൻഡേഴ്സൺ ഇതായി ക്രിക്കറ്റ് ലോകത്ത് നിന്ന് പടിയിറങ്ങുന്നു. 188 ടെസ്റ്റും 704 വിക്കറ്റുകളും തുന്നിച്ചേർത്ത 21 വർഷത്തെ ഐതിഹാസിക ടെസ്റ്റ് കരിയറുമായാണ് ആൻഡേഴ്സൺ ലോക ക്രിക്കറ്റിൽ നിന്ന് വിടവാങ്ങുന്നത്. മുത്തയ്യ മുരളീധരനും ഷെയ്ൻ വോണും അനിൽ കുംബ്ലെക്കും അടക്കമുള്ള സ്പിൻ ഇതിഹാസങ്ങൾ അടക്കി വന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ പേസ് ബോളർമാർക്ക് ഇരിപ്പിടമൊരുക്കിയവരിൽ പ്രധാനിയായിരുന്നു ആൻഡേഴ്സൺ. പരുക്കും പ്രായവും പല പേസർമാരുടെയും കരിയറിന് കൂച്ചുവിലങ്ങിട്ടപ്പോൾ ഫിറ്റ്നസ് പ്രശ്നം മൂലം ഒരിക്കൽ പോലും ടീമിനെ പുറത്തിരിക്കേണ്ടി വന്നിട്ടില്ലെന്നത് ക്രിക്കറ്റിനോടുള്ള ആൻഡേഴ്സന്റെ ആത്മസമർപ്പണത്തിന് തെളിവാണ്. അതുകൊണ്ടാകാം 41-ാം വയസ്സിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ മുരളീധരനും വോണിനും പിന്നിലായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന മൂന്നാമത്തെ താരമെന്ന തങ്കക്കിരീടം ആൻഡേഴ്സന് അണിയാൻ സാധിച്ചത്. കഴിഞ്ഞ 21 വർഷമായി ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീം 11-ൽ മാറ്റമില്ലാതെ തുടർന്നത് ആൻഡേഴ്സന്റെ പേര് മാത്രമായിരുന്നു. ഈ കാലയളവിൽ 109 പേരാണ് ആൻഡേഴ്സന്റെ സഹതാരങ്ങളായി ഇംഗ്ലണ്ട് ടീമിൽ കളിച്ചത്. ഒരു പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ മറ്റാർക്കും അവകാശപ്പെടാനാകാത്ത മറ്റൊരു ആൻഡേഴ്സൺ സ്പെഷ്യൽ. പേസർമാരുടെ പറദീസയാണ് ഇംഗ്ലണ്ടിലെ പിച്ചുകളെങ്കിൽ അവിടെ ബാറ്റർമാരുടെ പുഞ്ചിരിക്കുന്ന പേടി സ്വപ്നമായിരുന്നു ആൻഡേഴ്സൺ. ഇൻ സ്വിങ്ങും ഔട്ട് സ്വിങ്ങും റിവേഴ്സ് സ്വിങ്ങും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ആൻഡേഴ്സന് മുന്നിൽ സാക്ഷാത് സച്ചിൻ ടെണ്ടുൽക്കർക്ക് മുതൽ വിരാട് കോഹ്ലിക്ക് വരെ അടിതെറ്റി. ഇംഗ്ലണ്ടിൽ 106 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 24.42 ശരാശരിയിൽ 438 വിക്കറ്റുകൾ വീഴ്ത്തിയ ആൻഡേഴ്സൺ മറ്റു രാജ്യങ്ങളിലായി 82 മത്സരങ്ങളിൽ നിന്ന് 29.83 ശരാശരി മടക്കി അയച്ചത് 266 ബാറ്റർമാരെയാണ്. മറ്റ് പേസർമാർ 30കളുടെ അവസാനം രാജ്യാന്തര കരിയർ അവസാനിപ്പിക്കുമ്പോൾ തന്റെ 40-ാം വയസ്സിൽ ടെസ്റ്റ് ബോളർമാരെ ICC റാങ്കിന്റെ തലപ്പത്ത് സ്വന്തം പേര് എഴുതി ചേർക്കുന്ന തിരക്കിലായിരുന്നു ആൻഡേഴ്സൺ. ആൻഡേഴ്സന്റെ അവസാന ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ലോർഡ്സിലെ അനുവാദമണി മുഴക്കാനുള്ള നിയോഗം മക്കളായ ലോലയ്ക്ക് റൂബിക്കുമായിരുന്നു. വിടർന്ന ചിരിയും നിറഞ്ഞ കണ്ണുകളുമായാണ് തന്റെ ലാസ്റ്റ് ഡാൻസിനായി ലോർഡ്സിലെ ലോങ് റൂമിലൂടെ ആൻഡേഴ്സൺ ഇറങ്ങി വന്നത്. ആദ്യ ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റുമായി തൃപ്തിപ്പെടേണ്ടി വന്നെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ 3 വെസ്റ്റ് ഇൻഡീസ് ബാറ്റർമാരെ മടക്കിയാണ് ആ 41-കാരൻ തിരിച്ചു കയറിയത്. അത് ജോഷുവ ഡി സിൽവയെ പുറത്താക്കിയ പന്ത് ആൻഡേഴ്സന്റെ പ്രതാപകാലത്തിന്റെ ഓർമ്മ പുതുക്കലായി. മത്സരശേഷം തിരിച്ചെത്തിയ ആൻഡേഴ്സനെ കാത്ത് ഒരു പതിറ്റാണ്ടിലധികം തനിക്കൊപ്പം ന്യൂ ബോൾ പങ്കുവെച്ച സ്റ്റുവർട്ട് ബ്രോ ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരുന്നു. ബ്രോഡ് പകർന്നു നൽകിയ ബീറുമായ ലോർഡ്സിന്റെ ബാൽക്കണിയിലൂടെ ആൻഡേഴ്സൺ പുറത്തു വന്നു. ഗ്രൗണ്ട് തിങ്ങിക്കൂടെ 10,000-ങ്ങളെ ബീർ ഗ്ലാസ് ഉയർത്തി അഭിവാദ്യം ചെയ്ത ശേഷം ഒരു ശ്വാസത്തിൽ അത് മുഴുവൻ കുടിച്ചു വറ്റിച്ചു. അപ്പോഴും ഒരിക്കൽ കൂടി ആ ന്യൂ ബോളിന്റെ വിരലുകൾ ചേർത്ത് പിടിക്കാനുള്ള ദാഹം ആൻഡേഴ്സന്റെ മുഖത്തുണ്ടായിരുന്നു.